കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നേരത്തെ എത്തിയ കാലവർഷം തിമിർത്തു പെയ്യുകയാണ്. അതോടൊപ്പം ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് കേസുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ആശങ്കയോ അപകട ഭയമോ ആവശ്യമില്ലെങ്കിലും രണ്ടും അതീവ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട്. സാധാരണയിലും ഒരാഴ്ച മുൻപാണ് കേരളത്തിൽ കാലവർഷം എത്തിയത്. മഹാരാഷ്ട്രയിൽ 12 ദിവസം നേരത്തെയും കർണാടക, ഗോവ എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യയിലും ശക്തമായ മഴയാണ്. 2009 ശേഷം ഇത്തവണയാണ് ഏറ്റവും നേരത്തെ കേരളത്തിൽ കാലവർഷം എത്തിയത്. അതിനു മുൻപ് 1990 മെയ് 19 തന്നെ എത്തി. സാധാരണ ജൂൺ 1 എത്തുമെന്നാണ് കണക്കാക്കിയിരുന്നത്. വടക്കൻ ജില്ലകളിൽ ഒരാഴ്ച മുൻപ് മഴ ആരംഭിച്ചിരുന്നുവെങ്കിലും 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കാലവർഷത്തിന്റെ ഭാഗമായി തകർത്തു പെയ്യാൻ തുടങ്ങിയത്. ഇതുവരെയുള്ള കാലവർഷ പെയ്ത്തിൽ വിവിധ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ നേരിടുകയുണ്ടായി. മരണത്തിനു പുറമെ കൃഷി, വീടുകൾ, കെട്ടിടങ്ങൾ, റോഡുകൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ് നാശമുണ്ടാകുന്നത്. കാലവർഷം ഇത്തവണ നേരത്തെ എത്തുമെന്ന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും ദുരന്ത നിവാരണ വകുപ്പുമെല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ റവന്യൂ വകുപ്പുകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 2 സംഘങ്ങൾ സംസ്ഥാനത്ത് നിലവിലുള്ളത് പുറമെ 7 സംഘങ്ങൾ കൂടി അടുത്തയാഴ്ച സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. ദുരന്തങ്ങൾ ഉണ്ടായാൽ ഇവരുടെ സേവനം ഉപയോഗിക്കാനാകും. ഇതിനു പുറമെ ചെറുതും വലുതുമായ സംഭവങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് സജ്ജമായി പോലീസ്, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ്, ആപ്തമിത്ര എന്നീ സംസ്ഥാന സംവിധാനങ്ങൾ സജ്ജവുമാണ്. കൂടാതെ ആവശ്യഘട്ടങ്ങളിൽ ഉടൻ സേവനം ലഭ്യമാക്കുന്ന വിധം ആർമിയുടെ 11, ഇൻഡോ ടിബറ്റൻ ബറ്റാലിയൻ ഫോഴ്സിന്റെ 1, CRPF 100 അംഗങ്ങളെയും സജ്ജീകരിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കവും മറ്റും കാരണത്താൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരികയാണെങ്കിൽ 4000-ഓളം താൽക്കാലിക ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനുള്ള മുൻകരുതലുകളും കൈക്കൊണ്ടിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിക്കുകയുണ്ടായി. സർക്കാർ ഇത്രയധികം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ ജനങ്ങളുടെ നല്ല ജാഗ്രതയും സഹകരണവും ആവശ്യമുണ്ട്. സർക്കാരും മറ്റ് സംവിധാനങ്ങളും നൽകുന്ന മുന്നറിയിപ്പുകൾ പാലിക്കുകയും മുന്നൊരുക്കങ്ങളോട് സഹകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. മഴ മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കുക, നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക. അപകടങ്ങളോ വെള്ളം കയറുന്നതോ മൂലം മാറിപ്പാർക്കേണ്ടി വരുമ്പോൾ കാലവിളംബമില്ലാതെ സർക്കാർ സംവിധാനങ്ങളിലേക്കോ ബന്ധുവീടുകളിലേക്കോ മാറുക തുടങ്ങിയ മുൻകരുതലുകളും ജാഗ്രതയും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇതേ സമീപനം തന്നെയാണ് കോവിഡിന്റെ കാര്യത്തിലും സ്വീകരിക്കേണ്ടത്. സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും മുന്നൊരുക്കങ്ങളും സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ജാഗ്രതയും കരുതലും വെച്ച് അതിനോട് ചേർന്ന് നിൽക്കേണ്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ട്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കോവിഡ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാസം സംസ്ഥാനത്ത് 350ഓളം പേർക്കാണ് രോഗസ്ഥിരീകരണമുണ്ടായത്. തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുസ്ഥലങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കി. ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നത് നല്ലതാണെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡ് തുടക്കവേളയിൽ ആശങ്കപ്പെട്ടിരുന്നത് പോലെ ഗുരുതരമോ അപകടകാരിയോ അല്ലെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രതിരോധ കുത്തിവയ്പ് പോലെ ജനങ്ങളുടെ ജാഗ്രത തന്നെയായിരുന്നു രോഗവ്യാപനം തടയുന്നതിനും കാരണമായത്. ജാഗ്രത പാലിക്കുകയും നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെ തന്നെ പുതിയ കോവിഡിനെയും നമുക്ക് അതിജീവിക്കാനാവുന്നതാണ്. അതുകൊണ്ട് കാലവർഷവും കോവിഡും ഒരേ സമയത്ത് എത്തുമ്പോൾ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പിന്തുടരുകയും മുൻകരുതൽ നടപടികളോട് സഹകരിക്കുകയും ചെയ്യുക എന്നത് ഉത്തരവാദിത്വമായി ഓരോ വ്യക്തിയും ഏറ്റെടുക്കേണ്ടതുണ്ട്.